ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ സ്കൂളുകളിൽ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനം. ദി ടീച്ചർ, ദി ഹ്യൂമനിസം ഓഫ് പോപ്പ് ഫ്രാൻസിസ് എന്ന പുസ്തകം ഗവൺമെന്റ് സ്വകാര്യ സ്കൂളുകളിൽ വിതരണം ചെയ്യുവാനാണ് അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സ് പ്രവിശ്യ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ സ്മരണ നിലനിർത്താനും പുതിയ തലമുറകളിലേക്ക് അദ്ദേഹത്തിന്റെ ചിന്തകൾ പകരാനും ലക്ഷ്യമിട്ടാണ് ഈ തീരുമാനം. ബ്യൂണസ് അയേഴ്സ് പ്രവിശ്യയുടെ ജനറൽ ഡയറക്ടറേറ്റ് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ നിർമ്മിച്ച പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ ഗവർണർ ആക്സൽ കിസിലോഫും ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ഗുസ്താവോ കരാരയും പങ്കെടുത്തു. ഫ്രാൻസിസ് പാപ്പയുടെ വേർപാടിന് ശേഷം പാപ്പയുടെ സ്മരണാർത്ഥം നിരവധി പദ്ധതികളാണ് ബ്യൂണസ് അയേഴ്സിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സംരംഭത്തിലൂടെ ബ്യൂണസ് അയേഴ്സ് പ്രവിശ്യയിലെ എല്ലാ സ്കൂളുകളിലും ഫ്രാൻസിസ് പാപ്പയുടെ ചിന്തകൾ ഉണ്ടാകുമെന്ന് ഗവർണർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ജീവിതത്തിലുടനീളം കൂടെയുള്ളവരെ ഉൾപ്പെടുത്തുന്നതിന്റെയും കണ്ടുമുട്ടലിന്റെയും അധ്യാപനം പ്രോത്സാഹിപ്പിച്ചു. ആശയങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും തന്റെ പ്രബോധനങ്ങൾ പകർന്നു നൽകിയ അധ്യാപകൻ എന്നാണ് ഫ്രാൻസിസ് പാപ്പയെ സാംസ്കാരിക വിദ്യാഭ്യാസ ഡയറക്ടർ ജനറൽ ആൽബർട്ടോ സിലിയോണി അനുസ്മരിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയാകുന്നതിന് മുൻപ് ജോർജ് മാരിയോ ബെർഗോളിയോ അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിന്റെ ആർച്ച് ബിഷപ്പായിരുന്നു. 1998 ആർച്ച് ബിഷപ്പായി നിയമിതനായ അദ്ദേഹം 2013 പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്നു. നേരത്തെ ഫ്രാൻസിസ് പാപ്പയുടെ ഓർമ്മ എന്നും കാത്തുസൂക്ഷിക്കാൻ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ചുവർച്ചിത്രം ജന്മനാടായ അർജന്റീനയിൽ അനാച്ഛാദനം ചെയ്തിരുന്നു. പ്രശസ്ത കലാകാരനായ മാർട്ടിൻ റോൺ വരച്ച ചുവർച്ചിത്രത്തിന് 50 മീറ്റർ, അതായത് 164 അടി ഉയരമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ ചുവർച്ചിത്രമെന്ന ഖ്യാതിയോടെ അർജന്റീനയിലെ ലാ പ്ലാറ്റയിലെ അമലോൽഫോ മാതാവിന്റെ കത്തീഡ്രലിന് സമീപമുള്ള കെട്ടിടത്തിലാണ് ചുവർച്ചിത്രം അനാച്ഛാദനം ചെയ്തിരിക്കുന്നത്. പത്രോസിന്റെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും ശ്രദ്ധ നേടിയ ചിത്രമാണ് കലാസൃഷ്ടിയിൽ ഒരുക്കിയത്. പറക്കാൻ തയ്യാറായ ഒരു പ്രാവിനെ പിടിച്ചുകൊണ്ട് പാപ്പ പുഞ്ചിരിക്കുന്നതാണ് ചിത്രം. ഫ്രാൻസിസ് പാപ്പയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ലാ പ്ലാറ്റ സിറ്റി കൌൺസിൽ മുൻകൈയെടുത്താണ് ഈ ചുവർച്ചിത്രം ഒരുക്കിയത്. വലിയ ജനക്കൂട്ടമാണ് ചുവർച്ചിത്രം കാണാൻ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.